ബാൻഡ് മേളത്തിന്റെ കുത്തക അത് സെന്റ് ജമ്മാസിനുള്ളതാണ്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറിയും ബാൻഡ് മേളത്തിൽ മലപ്പുറം സെന്റ് ജമ്മാസിനാണ് ഒന്നാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗം ബാൻഡ് മേളത്തിലാണ് സെന്റ് ജമ്മാസ് ഒന്നാമതെത്തിയത്. 35ാമത് മലപ്പുറം ജില്ലാ കലോത്സവം നമ്മുടെ രാജാസിന്റെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ മഴ പെയ്തു. അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ എല്ലാ വേദിയിലുമല്ല, ഇന്നത്തെ ദിവസം വേദികളെല്ലാം നിറഞ്ഞ സദസ്സോടെ എല്ലാ വേദിയിലും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം വേദിയിൽ ഇപ്പോൾ നമുക്ക് ഈ മേളയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആബിദ് സയ്യിദ് തങ്ങൾ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ബാൻഡ് മേളത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബാൻഡ് മേളത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മലപ്പുറം സെന്റ് ജമാസിലെ വിദ്യാർത്ഥികളാണ്. നമുക്ക് ചോദിച്ചറിയാം ഇവരെങ്ങനെയാണ് ഇത് എത്ര കാലങ്ങളായിട്ട് നിങ്ങളുടെ ഒരു മലപ്പുറം സെന്റ് ജമാസാണ് ജില്ലയിൽ വരാറുള്ളത് അല്ലേ? ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് കൊറോണയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി ജില്ല സ്റ്റേറ്റ് പോയിട്ടില്ല അല്ലേ? കഴിഞ്ഞ കൊല്ലം മാത്രമേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പോയിട്ടില്ല. പക്ഷേ ഈ കൊല്ലം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ സ്റ്റേറ്റ് പോവുകയാണ്. ഞങ്ങൾ 2 മാസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇത്തവണ എങ്ങനെ മത്സരമൊക്കെ കടുപ്പായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ടീമുകൾ ഉണ്ടായിരുന്നു? ഹയർ സെക്കൻഡറി ടോട്ടൽ 4 ടീം ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം കടുപ്പായിരുന്നു അല്ലേ? തീർച്ചയായും നമുക്ക് ഇവരുടെ ഒരു മത്സരം ഒന്ന് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒന്ന് നമുക്ക് വേണ്ടി ഒരു ചെറിയ പെർഫോമൻസ് വെച്ചു. നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങൾ എന്തായാലും അല്ല ഈ വർഷം സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പരിശീലനമൊക്കെ ഒന്നും കൂടെ ശക്തമാക്കും? മറ്റ് ജില്ലകളിൽ നിന്ന് നല്ല ടീം കടന്നു വരും. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ? ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു, ഒന്നും കൂടി പവർ ആക്കും. തീർച്ചയായും നമ്മുടെ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നമ്മുടെ ഈ സെന്റ് ജമാസിലെ വിദ്യാർത്ഥികളാണ് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. ഇവർക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. ക്യാമറമാൻ ആസാദിനൊപ്പം പ്രകാശ് പോക്കാട്ട്.